Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. പഠിച്ചു മുന്നേറാം, രസിച്ചു മുന്നേറാം ഈ സമയവഴിയിലൂടെ. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഞാൻ പൂർണിമ, കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി അധ്യാപികയാണ്. നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ റിഹാൻ മുനീർ, ഫിദ KC GHSS പുഴാതി അത്താഴ്ക്കുന്നു. ടീം ബി പാർവതി ബി, നശ്വ ഷാൻ GHSS അരോളി. ടീം സി എന്റെ പേര് സിദ്ധാർത്ഥ്. എന്റെ പേര് മുഹമ്മദ് റിഹാൻ. ഞങ്ങൾ വരുന്നത് GHSS കൂത്തുപറമ്പ്. ടീം ഡി ശ്രീസന KP, ഫാത്തിമത്തുൽ നജാർ TC GHSS ചാല. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പാഠപുസ്തകത്തിലെ 5, 6 പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1ാം റൌണ്ടിലേക്ക് കടക്കാം. ആദ്യ റൌണ്ടില് ഓരോ ചോദ്യങ്ങൾക്കും 2 പോയിന്റ് വീതമാണ്. ഒരു ടീമിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടുത്ത ടീം അംഗങ്ങൾക്ക് ഉത്തരം പറയാം. അപ്പോ അതിന്റെ പകുതി മാർക്കേ കിട്ടുന്നുള്ളൂ. 1 മാർക്കാണ് കിട്ടുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. അമോണിയയുടെ രാസസൂത്രം എന്താണ്? വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് അമോണിയ? NH3. ശരിയാണ്. ടീം എക്ക് 2 പോയിന്റ്. NH3 എന്നാണ് അമോണിയയുടെ രാസസൂത്രം. നമുക്കറിയാം അമോണിയ ഒരു വാതകമാണ്. ബേസിക് സ്വഭാവമുള്ളതാണ്. ഇതിന് രൂക്ഷഗന്ധമുണ്ട്. അമോണിയ ഈസ് എ ഗ്യാസ്, ബേസിക് നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് എ പഞ്ചന്റ് സ്മെൽ. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ലബോറട്ടറിയിൽ അമോണിയ നിർമ്മിക്കാൻ ആവശ്യമായ അഭികാരകങ്ങൾ ഏതെല്ലാം? വിച്ച് ആർ ദ റിയാക്ടൻസ് നീഡഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ലബോറട്ടറി? NH4Cl CaOH twice. ശരിയാണ്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും. ഇനി ഈ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പം അമോണിയ എന്ന ഉൽപ്പന്നം മാത്രമാണോ ലഭിക്കുന്നത്? അല്ല, അതിന്റെ കൂടെ കാൽസ്യം ക്ലോറൈഡും ജലവും കൂടി ഉണ്ടാവുന്നുണ്ട്. ടീം ബിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. അമോണിയ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന ശോഷകാരകം ഏത്? വിച്ച് ഈസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ടു റിമൂവ് ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ അമോണിയ? CaO അഥവാ നീറ്റുകക്ക. CaO അഥവാ നീറ്റുകക്ക. ശരി ഉത്തരമാണ്. ടീം സിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. അമോണിയ ശേഖരിക്കുന്ന ഗ്യാസ് ജാർ തലകീഴായി വെക്കാൻ കാരണം എന്താണ്? ദ ഗ്യാസ് ജാർ യൂസ്ഡ് ഫോർ കളക്ടിംഗ് NH3 ഗ്യാസ് ഇൻ ദ ലബോറട്ടറി ഈസ് കെപ്റ്റ് ഇൻവേർട്ടഡ്. വൈ? അമോണിയക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞതുകൊണ്ട്. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 2 പോയിന്റ്. അമോണിയക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് ഉണ്ടായ അമോണിയ ഉടനെ തന്നെ മുകളിലേക്ക് പോകും, അല്ലെ? അപ്പൊ നമ്മൾ ശേഖരിക്കുന്ന ഗ്യാസ് ജാർ തലകീഴായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ കിട്ടുള്ളൂ. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. അമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ് ലിക്കർ അമോണിയ. എങ്കിൽ ദ്രവീകരിച്ച അമോണിയക്ക് പറയുന്ന പേരെന്താണ്? ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ. ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോട്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ്. കറക്റ്റ് ഉത്തരമാണ്. ഹേബർ പ്രോസസ്സില് നൈട്രജനും ഹൈഡ്രജനും 1:3 എന്ന റേഷ്യോയിൽ ഉന്നത മർദ്ദത്തിലും 450 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും കമ്പൈൻ ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് അമോണിയ ലഭിക്കുന്നത്. ഇത് കണ്ടെത്തിയത് ഫ്രിറ്റ്സ് ഹേബർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ടീം സിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? വിച്ച് ഈസ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ഹേബർ പ്രോസസ്? ടീം ബിക്ക് അറിയില്ല. എങ്കിൽ ടീം എ? നൈട്രോജൻ. നൈട്രജൻ ഉത്തരം ശരിയല്ല. ടീം എക്കും ഉത്തരം ശരിയായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ടീം അംഗങ്ങൾക്ക് അറിയോ? യെസ്, പറഞ്ഞോളൂ.
സ്പോഞ്ചി അയോൺ. സ്പോഞ്ചി അയൺ കറക്റ്റ് ആണ്. ടീം സിക്ക് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം എയോടാണ്. അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം? വിച്ച് ആർ ദ പ്രൊഡക്റ്റ് ഫോംഡ് വെൻ അമോണിയം ക്ലോറൈഡ് ഈസ് സ്ട്രോങ്ലി ഹീറ്റഡ്? NH2OH. ഉത്തരം തെറ്റാണ്. ടീം ഡി അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും. അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും NH3 ആൻഡ് HCl. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 1 പോയിന്റ്. ആദ്യ റൌണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ആദ്യ റൌണ്ടിലെ പോയിന്റ് നില ടീം എ 2 പോയിന്റ്, ടീം ബി 2, ടീം സി 4, ടീം ഡി 5 പോയിന്റ്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. രണ്ടാം റൌണ്ടിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ഒരു സന്തുലനാവസ്ഥയിൽ പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്കിന് എന്ത് സംഭവിക്കുന്നു? വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്? The rate of forward and backward are equal. ഈക്വൽ അല്ലെ, തുല്യമായിരിക്കും. ശരി ഉത്തരാണ്. ടീം എക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സന്തുലനാവസ്ഥയുടെ ഒരു സവിശേഷത പറയുക. എനി വൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. In equilibrium, the rate of both forward and backward reactions are equal. ശരി ഉത്തരാണ്. ടീം ബിക്ക് 2 പോയിന്റ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സവിശേഷത പറയാൻ പറ്റുമോ? ടീം സി പറഞ്ഞോളൂ. Chemical equilibrium is dynamic at molecular level. കെമിക്കൽ ഇക്വിലിബ്രിയം ഇസ് ഡൈനാമിക് അറ്റ് മോളിക്കുലർ ലെവൽ. അറ്റ് ഇക്വിലിബ്രിയം ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് കോ എക്സിസ്റ്റ്. പിന്നെ ഒന്നുകൂടിയുണ്ട്, Closed system. ഇക്വിലിബ്രിയം അറ്റൈൻസ് അറ്റ് എ ക്ലോസ്ഡ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. ഒരു അലോഹ സംയുക്തമാണ് സൾഫ്യൂരിക് ആസിഡ്. അതിന്റെ രാസസൂത്രം H2SO4 ആണ്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്ന പേര്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്? സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്. ശരിയാണ്. ടീം സിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. സമ്പർക്ക പ്രക്രിയക്ക് കോണ്ടാക്ട് പ്രോസസ്സിന് 4 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ആദ്യ ഘട്ടത്തില് സൾഫർ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. അടുത്ത ഘട്ടത്തില് സൾഫർ ഡയോക്സൈഡ് വീണ്ടും ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാവും. ഇനി ഈ ഉണ്ടായ സൾഫർ ട്രയോക്സൈഡ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? ടീം ഡിയോടാണ് ചോദ്യം. SO3 ഈസ് ഡിസോൾവ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നെയിം ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ്. ഒലിയം. ശരിയാണ്. ഒലിയം ആണ് ഉത്തരം. ടീം ഡിക്ക് 2 പോയിന്റ്. സൾഫ്യൂരിക് ആസിഡിന്റെ 4 ഘട്ടങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അതില് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സൾഫർ ട്രയോക്സൈഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒലിയം കിട്ടും. അടുത്ത ഘട്ടത്തിൽ ഒലിയം ജലത്തിൽ ലയിക്കുമ്പോൾ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിനോട് തന്നെയാണ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം പഞ്ചസാര എടുത്ത് അതിലേക്ക് ഏതാനും തുള്ളി ഗാഢ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക. എന്തായിരിക്കും നിരീക്ഷണം? എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് ടു ഷുഗർ. വാട്ട് ഡു യു ഒബ്സർവ്? ആദ്യം മഞ്ഞ കളറ്, പിന്നെ ബ്രൌണ്, പിന്നെ കറുപ്പ് കളറായി മാറുന്നു. കരിയായി മാറുന്നു. പഞ്ചസാര കറുത്ത നിറത്തിലുള്ള പദാർത്ഥമായിട്ട് മാറുന്നു. അതാണ് ഉത്തരം അല്ലേ? ശരിയാണ്. ടീം ഡിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിനോടാണ്. വാച്ച് ഗ്ലാസ്സിൽ പഞ്ചസാര എടുത്ത് അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചപ്പോ പഞ്ചസാര കരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു. എങ്കില് സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? വിച്ച് പ്രോപ്പർട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ഷോൺ ഹിയർ? Dehydrating agent. അല്ലെങ്കിൽ നിർജ്ജലീകരണം. ശരിയാണ്. ടീം സിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമേത്? The catalyst used for the industrial preparation of sulfuric acid. വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം പെന്റോക്സൈഡ്. ശരി ഉത്തരമാണ്. ഉൽപ്രേരകങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ? എന്താണ് ഉൽപ്രേരകങ്ങൾ? കാറ്റലിസ്റ്റ് എന്ന് വെച്ചാല് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തന വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന പദാർത്ഥങ്ങളാണ്. ടീം ബിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ ലവണങ്ങൾ സാധാരണയായി ഏത് പേരിൽ അറിയപ്പെടുന്നു? വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് സോൾട്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ്? ടീം എക്ക് അറിയില്ല. ടീം ഡി ഉത്തരം അറിയാം. സൾഫേറ്റ് ലവണങ്ങൾ. സൾഫേറ്റ് ലവണങ്ങൾ. ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 1 പോയിന്റ്. രണ്ടാം റൌണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്.
രണ്ടാം റൌണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച പോയിന്റ് നില: ടീം എ 2 പോയിന്റ്, ടീം ബി 4, ടീം സി 4 പോയിന്റ്, ടീം ഡിക്ക് 5 പോയിന്റ്. ഇതുവരെയുള്ള പോയിന്റ്: ടീം എ 4 പോയിന്റ്, ടീം ബി 6, ടീം സി 8 പോയിന്റ്, ടീം ഡിക്ക് 10 പോയിന്റ്. മൂന്നാം റൌണ്ടിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. അമോണിയ ടാങ്കർ മറിഞ്ഞ് വാതക ചോർച്ച ഉണ്ടാകുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് അമോണിയയുടെ തീവ്രത കുറക്കാറുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? വെൻ an ammonia tanker leaks, water is sprayed to reduce its intensity. What is the reason for this? Ammonia വാട്ടറിൽ highly soluble. അമോണിയ ഈസ് ഹൈലി soluble in water. ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 പോയിന്റ്. അമോണിയ വാതകാവസ്ഥയിലാണ്. അപ്പോൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അമോണിയ മുഴുവനായിട്ട് ജലത്തിൽ ലയിക്കുന്നുണ്ട്. അങ്ങനെ അമോണിയയും ജലവും തമ്മിൽ പ്രവർത്തിച്ചാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. NH3 പ്ലസ് H2O ഗിവ്സ് NH4OH. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സന്തുലനാവസ്ഥയിലുള്ള ഒരു ഉഭയദിശാ പ്രവർത്തനം തന്നിരിക്കുന്നു. എ റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഗിവൺ. സമവാക്യം ഇതാണ്, ഞാൻ വായിക്കാം. N2 പ്ലസ് 3H2 ഗിവ്സ് റിവേഴ്സിബിൾ എയറോ ആണ്, എന്ന് വെച്ചാൽ ഇരു ദിശകളിലേക്കും നടക്കുന്നുണ്ട്. N2 പ്ലസ് 3H2 ഗിവ്സ് 2NH3 പ്ലസ് താപം. ഇതില് പുരോപ്രവർത്തനത്തിന്റെ സമവാക്യം എന്താണ്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ. N2 plus 3H2 gives 2NH3 plus heat. N2 പ്ലസ് 3H2 ഗിവ്സ് 2NH3 പ്ലസ് താപം. എന്ന് വെച്ചാൽ അന്നേരം ആ റിവേഴ്സിബിൾ ആരോ വേണ്ട, സിംഗിൾ ആരോ ഇട്ടാൽ മതി നമ്മൾ, അല്ലെ? ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഇപ്പൊ ചോദിച്ച അതേ സമവാക്യം. N2 പ്ലസ് 3H2 ഗിവ്സ് റിവേഴ്സിബിൾ എയറോ ആണ് 2NH3 പ്ലസ് ഹീറ്റ്. ഈ ഒരു രാസപ്രവർത്തനത്തില് നൈട്രജന്റെ അളവ് കൂട്ടിയാൽ പുരോപ്രവർത്തന വേഗതയ്ക്ക് എന്ത് മാറ്റം വരും? Adding more nitrogen to the system, how it affect the rate of forward reaction? പുരോപ്രവർത്തന വേഗം കൂടും. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 2 പോയിന്റ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇത് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ച അമോണിയ ഉണ്ടാകുന്ന ഈ ഒരു രാസപ്രവർത്തനത്തില് നൈട്രജനും ഹൈഡ്രജനും അഭികാരകങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഗാഢത കൂട്ടിയാല് ലേ ഷാറ്റ്ലർ തത്വപ്രകാരം ഗാഢത കുറയ്ക്കാൻ വേണ്ടിയിട്ട് വ്യൂഹം ഒരു പുനഃക്രമീകരണം നടത്തും. അതിന്റെ ഫലമായിട്ട് പുരോപ്രവർത്തന വേഗത കൂടുകയാണ് ചെയ്യുന്നത്. നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആർ ദ റിയാക്ടൻസ്. ഇഫ് വി ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദീസ് റിയാക്ടൻസ് അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ, ദി സിസ്റ്റം tries to reduce the concentration, so the rate of forward reaction increases. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. സന്തുലനാവസ്ഥയിലുള്ള 2 വ്യൂഹങ്ങൾ തന്നിരിക്കുന്നു. 2NO പ്ലസ് O2 ഗിവ്സ് 2NO2 പ്ലസ് താപം. അടുത്തത് H2 പ്ലസ് I2 ഗിവ്സ് 2HI. റിവേഴ്സിബിൾ എയറോ ആണ് രണ്ടിനും. അപ്പൊ ഇവയില് മർദ്ദത്തിന് സ്വാധീനമില്ലാത്ത പ്രവർത്തനം ഏത്? 2 systems at equilibrium are given. In which of these reactions pressure has no effect? H2 plus I2 reversible 2HI. ശരിയായ ഉത്തരം. ടീം ഡിക്ക് 2 പോയിന്റ്. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടെത്തിയത്? മോളുകളുടെ എണ്ണം 2 തുല്യമായിട്ട് മർദ്ദം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അഭികാരക ഉൽപ്പന്ന വാതക തന്മാത്രകളുടെ എണ്ണത്തില് വ്യത്യാസമില്ലെങ്കിൽ അത്തരം രാസപ്രവർത്തനത്തില് മർദ്ദത്തിന് സന്തുലനാവസ്ഥയിൽ യാതൊരു സ്വാധീനവും ഇല്ല. നമ്പർ ഓഫ് gaseous molecule in reactant side and product side are equal. Pressure has no effect on chemical equilibrium. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. ആൽക്കെയിനുകളുടെ പൊതു സമവാക്യം എന്ത്? ANE. What is the general formula of alkane? CnH2n plus 2. CnH2n plus 2. ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 2 പോയിന്റ്. ഹൈഡ്രോകാർബണുകള് പൂരിത ഹൈഡ്രോകാർബണുകളും അപൂരിത ഹൈഡ്രോകാർബണുകളും ഉണ്ട്, അല്ലെ? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസും. ഇതില് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് ആൽക്കെയിൻസ്, അൺസാച്ചുറേറ്റഡ് ആൽക്കീൻസും ആൽക്കൈൻസും ആണ്. അപ്പോ ആൽക്കെയിനുകളുടെ പൊതുസമവാക്യം CnH2n plus 2 ആണ്. ആൽക്കീൻസ് ആണെങ്കിൽ CnH2n, ആൽക്കൈൻസ് YNE ആണ് വരുന്നുണ്ടെങ്കിൽ CnH2n -2, അല്ലെ? കാർബൺ എത്രയാണോ അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ വരികയാണെങ്കിൽ അത് ആൽക്കീൻസ് ആയിരിക്കും. കാർബണിന്റെ ഇരട്ടീനേക്കാളും 2 കൂടുതലാണ് ഹൈഡ്രജൻ എങ്കിൽ അത് ആൽക്കെയിൻസ് ആയിരിക്കും. ഇനി കാർബണിന്റെ ഇരട്ടീനേക്കാളും 2 കുറവാണ് ഹൈഡ്രജൻ എങ്കിൽ അത് ആൽക്കൈൻസ് ആയിരിക്കും.
ടീം ഡിക്ക് 2 പോയിന്റ്. ടീം സിയോട് അടുത്ത ചോദ്യം. C2H4, A, C4H8 എന്നിവ ഒരേ ഹോമലോഗ് സീരീസിലെ അടുത്തടുത്ത 3 അംഗങ്ങളാണ്. സംയുക്തം എയുടെ തന്മാത്രാ സൂത്രം എഴുതുക. C2H4, A, C4H8 are the successive 3 members of the same homologous series. What is the molecular formula of the compound A? C3H6. C3H6 ആണ് ശരി ഉത്തരം. ടീം സിക്ക് 2 പോയിന്റ്. ഇത് ഏത് ഹോമലോഗസ് സീരീസിൽ ഉൾപ്പെടുന്നവയാണ്? ആൽക്കീൻ. ആൽക്കീനുകളാണ് അല്ലെ. എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുന്നത്? C2H4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ C2 ആണെങ്കിൽ H അതിന്റെ ഇരട്ടി. ഇപ്പൊ CnH2n ആ പൊതുസമവാക്യം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. CH3COOH എന്ന ഓർഗാനിക് സംയുക്തം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? CH3COOH. To which category does this compound belongs to? കാർബോക്സിൽ. മുഴുവനായിട്ട് പറഞ്ഞോളൂ. കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ. ടീം ബിക്ക് 2 പോയിന്റ്. ഇവിടെ CH3COOH പകരം CH3OH വരികയാണെങ്കിൽ അത് നമ്മൾ ആൽക്കഹോൾ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാ പറയാം അല്ലെ. ഇനി അതേപോലെ ഒരു ഹൈഡ്രോ കാർബണിന്റെ കൂടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇത് ഏതെങ്കിലും വരികയാണെങ്കിൽ അത് ഏത് വിഭാഗത്തിലാണ്? ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ഒരു ആരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ. ബെൻസീനിന്റെ തന്മാത്രാവാക്യം എന്ത്? ബെൻസീൻ ഈസ് ആൻ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ. വാട്ട് ഈസ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല? CnHn. തന്മാത്രാ സൂത്രം പറയാണ്. ബെൻസീൻ എന്ന് പറയുന്ന ആ ഒരു സംയുക്തത്തിന്റെ തന്മാത്രാ സൂത്രമാണ് പറയേണ്ടത്. ഉത്തരം തെറ്റാണ്. ടീം ഡി C6H6. ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 1 പോയിന്റ്. 3ാം റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇതില് ടീം എക്ക് 2 പോയിന്റ്, ടീം ബി 4, ടീം സിക്ക് 4 പോയിന്റ്, ടീം ഡിക്ക് 5 പോയിന്റ്. 3 റൗണ്ട് അവസാനിച്ചപ്പോൾ ഓരോ ടീമിനും ലഭിച്ച ടോട്ടൽ മാർക്ക് നോക്കാം. ടീം എക്ക് 6 പോയിന്റ്, ടീം ബി 10 പോയിന്റ്, ടീം സി 12 പോയിന്റ്, ടീം ഡിക്ക് 15 പോയിന്റ്. നാലാം റൗണ്ടിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ടീം എയോട്. ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഭൌതിക രാസഗുണങ്ങളുള്ളതുമായ സംയുക്തങ്ങളെ പറയുന്ന പേര്. Compounds having same molecular formula but different chemical and physical properties are called ഐസോമേഴ്സ്. ഐസോമേഴ്സ്. ശരി ഉത്തരമാണ്. ടീം എക്ക് 2 പോയിന്റ്. ഈ ഒരു പ്രതിഭാസത്തിന് നമ്മൾ ഐസോമെറിസം എന്ന് പറയും അല്ലെ. അങ്ങനെ 3 തരത്തിലുള്ള ഐസോമെറിസം ഉണ്ട്. ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഐസോമെറിസം. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. 3 ഓർഗാനിക് സംയുക്തങ്ങൾ തന്നിരിക്കുന്നു. ഇവയിൽ ഐസോമർ ജോഡികൾ ഏതെല്ലാം? A, CH3CH2OH, B, CH3OCH3, CH3OCH3, C, CH3CH2CH2OH. 3 organic compounds are given. Find out the isomeric pairs. ഇതിലെ ഐസോമർ ജോഡികൾ ഏതാന്നുള്ളത് കണ്ടെത്തും. ടീം ബി. ഉത്തരം ബി എന്നാണ് പറയുന്നത്. തെറ്റാണ്. ടീം സി. A and B. A and B കറക്റ്റ് ആണ്. എയും ബിയും ഐസോമർ ജോഡികളാണ്. എങ്ങനെ ഐസോമർ ജോഡികൾ കാണുക? തന്മാത്രാ സൂത്രം കണ്ടുപിടിക്കണം അല്ലെ. ഉദാഹരണത്തിന് CH3CH2OH എന്ന് പറയുമ്പോ അതിന്റെ തന്മാത്രാ സൂത്രം എങ്ങനെ വരും? കാർബൺ എത്ര എണ്ണം ഉണ്ട്? C2 ഉണ്ട്. H എത്രയുണ്ട്? 6 ഉണ്ട്. ഒരു ഓക്സിജനും ഉണ്ട്. അപ്പൊ നമ്മള് C2H6O എന്നാണ് അതിന്റെ തന്മാത്രാ സൂത്രം. അതേ തന്മാത്രാ സൂത്രം വരുന്നത് അടുത്തത് ബിക്കാണ്. എയുടെ പോലെ തന്മാത്രാ സൂത്രം വരുന്നത് ബിക്കാണ്. അപ്പൊ ഒരേ തന്മാത്രാ സൂത്രം വ്യത്യസ്ത ഘടനയാണെങ്കിൽ അവയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് പറയുന്നത്. അപ്പൊ എയും ബിയും ഐസോമർ ജോഡികളാണ്. ടീം സിക്ക് 1 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഒരു ഓർഗാനിക് സംയുക്തം CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2OH. ഈ സംയുക്തത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരെന്ത്? നെയിം ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട് CH3 CH2 CH2OH. ടീം സി. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. OH ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതിന്റെ പേര് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഇനി COOH വരികയാണെങ്കിൽ അതിന് കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയും. ഇനി OR വരികയാണെങ്കിൽ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയും. ടീം സിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഒരു ഓർഗാനിക് സംയുക്തം CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. CHൽ നിന്ന് ഒരു ശാഖ, ഒരു ബ്രാഞ്ച് CH3.
CH3, CH, CH3, CH ൽ നിന്ന് ഒരു ശാഖ CH. ഈ ഹൈഡ്രോ കാർബണിന്റെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ? 3. ശരിയാണ്. ടീം ഡിക്ക് 2 പോയിന്റ്. ഈ ഒരു ഹൈഡ്രോ കാർബണില് മുഖ്യ ചെയിൻ എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മള് ചെയിനായിട്ട്, ലോങ് ചെയിനായിട്ട് വരുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് നോക്കേണ്ടത്. ശാഖേനെ കൂട്ടാതെ ചെയിനായിട്ട് പോകുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. ഇതേ ചോദ്യത്തിനെ ആസ്പദമാക്കിയിട്ട് തന്നെ ടീം ഡിയോട് അടുത്ത ചോദ്യം. ഇതിന്റെ തന്മാത്രാ സൂത്രം. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്? C4H10. C4H10. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 2 പോയിന്റ്. ഇവിടെ മുഖ്യ ചെയിനിലുള്ള കാർബണാറ്റങ്ങളുടെ എണ്ണം 3 പക്ഷെ തന്മാത്രാ സൂത്രം പറയുമ്പോൾ ആകെയുള്ള കാർബണാറ്റങ്ങളുടെ എണ്ണവും ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണമാണ് പറയേണ്ടത്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഇതേ ഓർഗാനിക് സംയുക്തം തന്നെ. ഇതിന്റെ IUPAC നാമം എന്തായിരിക്കും? ടീം സി 2-methyl propane. 2-methyl propane. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ആലിസൈക്ലിക് സംയുക്തങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം പറയുക. Give one example for alicyclic compound. Cyclobutane. Cyclobutane. ഉത്തരം ശരിയാണ്. സൈക്ലോബ്യൂട്ടൈൻ കൂടാതെ വേറെ ഏതൊക്കെ സംയുക്തങ്ങളാണ് ആലിസൈക്ലിക് സംയുക്തങ്ങളെ നിങ്ങൾക്ക് അറിയാം? Cyclopropane. സൈക്ലോപ്രൊപ്പൈൻ ഉണ്ട്, Butene. സൈക്ലോബ്യൂട്ടീൻ ഉണ്ട്. അപ്പോ ടീം ബിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. C2H6, C3H8 എങ്കിൽ അടുത്ത സംയുക്തം, അടുത്തതിന്റെ രാസസൂത്രം. C2H6, C3H8 എങ്കിൽ അടുത്തത് C4H10. C4H10. ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 പോയിന്റ്. 4ാം റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഈ റൗണ്ടില് ഓരോ ടീമിനും ലഭിച്ച പോയിന്റ്: ടീം എ 4, ടീം ബിക്ക് 2 പോയിന്റ്, ടീം സി 5, ടീം ഡിക്ക് 4 പോയിന്റ്. 4 റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഓരോ ടീമിനും ഇതുവരെ ലഭിച്ച പോയിന്റ് നോക്കാം. ടീം എ 10 പോയിന്റ്, ടീം ബി 12 പോയിന്റ്, ടീം സി 17 പോയിന്റ്, ടീം ഡിക്ക് 19 പോയിന്റ്. അഞ്ചാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. IUPAC നാമം എഴുതേണ്ട വിധവും IUPAC നാമം എങ്ങനെ എഴുതാം എന്നുള്ളതുമാണ്. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതില് CH ൽ നിന്ന് ഒരു ബ്രാഞ്ച് CH3. CH3 CH2 CH ബ്രാഞ്ച് CH3 CH2 CH3. ഇതിന്റെ IUPAC നാമം എഴുതുക. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. CH3 CH2 CH ബ്രാഞ്ച് ആയിട്ട് CH3 CH2 CH3. അപ്പൊ ഇതിന്റെ IUPAC നാമം 3-methyl pentane. 3-methyl pentane. ശരി ഉത്തരാണ്. ടീം എക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. IUPAC നാമമാണ് പറയേണ്ടത്. ചോദ്യം ഇതാണ്. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. CH3 CH2 CH2 CH3 എല്ലാം സിംഗിൾ ബോണ്ടാണ്. എല്ലാം ഏകബന്ധനമാണ്. ടീം ബി 4-butane. തെറ്റാണ്. ടീം സി Butane. ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ ആണ് ഉത്തരം. ടീം സിക്ക് 1 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോട് തന്നെയാണ്. സംയുക്തം CH3 സിംഗിൾ ബോണ്ട് C മുകളിലും താഴെയായിട്ട് ഓരോ CH3. CH3 മുകളില് CH3 താഴെ. CH3 C CH2 CH3. CH3 സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതില് സിക്ക് മുകളിലും താഴെയായിട്ട് ഓരോ മീഥൈൽ ഗ്രൂപ്പ്. ഇതിന്റെ IUPAC നാമം 2,2-dimethyl butane. 2,2-dimethyl butane. ശരിയാണ്. ടീം സിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. CH3 CH ഡബിൾ ബോണ്ട് CH CH3. ഇതിന്റെ IUPAC നാമം Butane. ബ്യൂട്ട്
ടു ഈൻ. ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. കുറച്ച് ഓർഗാനിക് സംയുക്തങ്ങളുടെ IUPAC നാമം പറയും. നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ എഴുതുക വേണ്ടത്. കണ്ടൻസ്ഡ് ഫോർമുല എഴുതുക. പെന്റനോയിക് ആസിഡ് അതിന്റെ ഘടന എഴുതിയിട്ട് വായിക്കുക. CH3 CH2 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 COOH. COOH അല്ലെ? ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. 2,2 ഡൈക്ലോറോ ബ്യൂട്ടൈൻ ഇതിന്റെ സ്ട്രക്ചർ എഴുതുക. CH3 C അതിന്റെ 2 ബ്രാഞ്ചുകളായിട്ട് Cl പിന്നെ CH2 CH3. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. മീഥോക്സി മീഥൈൻ ഇതിന്റെ സ്ട്രക്ചർ. ടീം ബി പറഞ്ഞു. CH3OR. എന്താണെന്നും കൂടി എഴുതാലോ. CH3O മീഥോക്സി മീഥൈൻ ആണ്. അപ്പോ എന്താണെന്നും കൂടി പറഞ്ഞൂടെ? ടീം എ മീഥോക്സി മീഥൈൻ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഉത്തരം പറയാമോ? പറഞ്ഞോളൂ. ടീം ഡി. CH3OCH3. CH3OCH3. ഈ എന്ന് പറയുന്നത് CH3 ആവാം, CH2 CH3 ആവാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ അത് അവിടെ സ്പെസിഫൈ ചെയ്യണം. CH3OCH3. ടീം ഡി ആണ് ഉത്തരം പറഞ്ഞത്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം എയോടാണ്. ബ്യൂട്ടൻ 2 ഓൾ ഇതിന്റെ ഘടന. CH3 COH CH2 CH3. സി മാത്രമല്ല, CH3 CH2 CHOH CH3. രണ്ടാമത്തെ പൊസിഷനിൽ CHOH. ഇപ്പൊ ടീം എക്ക് 2 പോയിന്റ്. 5 റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. 5ാമത്തെ റൗണ്ടില് ടീം അംഗങ്ങൾക്ക് ലഭിച്ച മാർക്ക്: ടീം എ 4, ടീം ബി പോയിന്റ് ഒന്നുമില്ല, ടീം സിക്ക് 5 പോയിന്റ്, ടീം ഡി 4 പോയിന്റ്. 5 റൗണ്ട് പൂർത്തിയായപ്പോൾ ഓരോ ടീം അംഗങ്ങൾക്കും ലഭിച്ച പോയിന്റ്: ടീം എ 14 പോയിന്റ്, ടീം ബി 12, ടീം സി 22 പോയിന്റ്, ടീം ഡിക്ക് 23 പോയിന്റ്. ഇന്നത്തെ ഈ മത്സരത്തില് കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് ടീം ഡി GHSS ചാല. പങ്കെടുത്ത വിദ്യാർത്ഥികള് ഫാത്തിമത്തുൽ നജ TC, ശ്രീസന KP. അഭിനന്ദനങ്ങൾ. 23 പോയിന്റാണ് ഇവർ നേടിയിരിക്കുന്നത്. തൊട്ടുപുറകെ ടീം സി 22 പോയിന്റ്, GHSS കൂത്തുപറമ്പ, മുഹമ്മദ് റിഹാൻ VK, സിദ്ധാർത്ഥ CP. അഭിനന്ദനങ്ങൾ. അപ്പൊ കെമിസ്ട്രിയിലെ മിക്കപ്പോഴും ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങൾ, പാഠഭാഗങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. നാളെ ഇതേ സമയം ഹിന്ദി പ്രശ്നോത്തരി 1ാം ഭാഗം.